വികാരി, ഏറ്റവും ബഹുമാനനായിട്ടുള്ള സോണി ഫിലിപ്പസ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 2024 വലിയ നോമ്പിൻ്റെ ഭാഗമാകുവാൻ സർവശക്തനായിട്ടുള്ള ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും സാഹചര്യവും തന്ന് നമ്മെ നിലനിർത്തി. നമുക്ക് നന്ദി പറയാം, സ്തോത്രം അർപ്പിക്കാം. വലിയ നോമ്പിൻ്റെ 21 ദിവസങ്ങൾ പിന്നിടുവാൻ തക്കോണം ഭാഗ്യം ലഭിച്ചവരാണ് നാം ഏവരും. 21-ാം ദിവസത്തെ പകൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് ഈ ശാന്തമായ സന്ധ്യയുടെ യാമത്തിൽ ദേവാലയത്തിലായിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ, ദൈവവചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഏവരും. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നാം ഏവരും ഏറ്റവും ഭാഗ്യം ചെയ്തവരാ. കാരണം ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവകയിൽ 260-ൽ അധികം ഭവനങ്ങൾ നാം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 1000-ൽ പരം അംഗങ്ങളുള്ള ഈ ഇടവകയിൽ കേവലം 60-70 പേർക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വിളി കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരം ലഭിക്കുമ്പോൾ നന്ദിയുടെ സൂചകമായി ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. നമുക്കറിയാം, വലിയ നോമ്പിൻ്റെ 21 ദിവസത്തെ ആരാധനയും പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുക. ഈ 20 ദിവസത്തേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആരാധനയിലും വചനധ്യാനത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം, സമഗ്രമായ വളർച്ചയിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരണം, ശാരീരികമായിട്ടുള്ള ഒരു ശുദ്ധി നാം നേടിയെടുക്കണം, ആത്മീയമായിട്ടുള്ളൊരു ശുദ്ധി നേടിയെടുക്കണം എന്നാണ് വലിയ നോമ്പിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ നോമ്പിൻ്റെ കാലം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച നൊമ്പരങ്ങൾ, ആ നൊമ്പരങ്ങൾ സ്വയം ഏറ്റെടുക്കുവാൻ, ആ നൊമ്പരത്തിൽ കൂടി അന്യൻ്റെ നൊമ്പരങ്ങൾ അകറ്റുവാൻ തക്കോണം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നോവ് ഏറ്റെടുത്തിട്ട് അന്യൻ്റെ നോവ് അകറ്റുവാൻ, ജീവിതത്തിലും പ്രവർത്തനങ്ങളും ചിലവയെ വർജിക്കുവാൻ, ചില ഗുണങ്ങളെ ആർജിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വലിയ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വർഷവും ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുവാൻ ഭാഗ്യം ലഭിച്ചവരാ. ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ചില മാറ്റം ഉണ്ടാകണം. നാം യഥാർത്ഥമായ പാതയിൽ കൂടിയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ പാത വിട്ട് അന്യപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവ ആലയത്തിന് പ്രാധാന്യം കൊടുക്കാതെ അന്യപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, അതിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വലിയ നോമ്പിൻ്റെ അനുഭവങ്ങളെ പറ്റി, ഇതിൻ്റെ ചരിത്രത്തിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ വലിയ നോമ്പിൻ്റെ കാലം എല്ലാ വർഷവും വ്യത്യസ്ത ദിവസങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 25. എന്നാൽ ഉയർപ്പ് പെരുന്നാൾ ഒരു പ്രത്യേക ദിവസമല്ല, ഒരു പ്രത്യേക ഡേറ്റിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസം വരുമ്പോഴാണ് ഉയർപ്പ് പെരുന്നാളും വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളും മാറി മാറി വരും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും കുഞ്ഞുങ്ങളോടും മറ്റുള്ളവരും കൂട്ടുകാർ ചോദിക്കും, എന്താ ഉയർപ്പിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത്, ഒരു പ്രത്യേക ഡേറ്റിലല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയുവാൻ നാം ഓരോരുത്തരും സജ്ജരാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭ, ലോകത്തിലുള്ള എല്ലാ സഭയും ഉയർപ്പ് പെരുന്നാൾ ഒരു പ്രത്യേക ദിവസം ക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് AD 325 നിക്യ സുന്നകദോസിൽ വെച്ചാണ്. ഒരു പ്രത്യേക ദിവസം തന്നെ ലോകത്തുള്ള എല്ലാ സഭകളും ഈസ്റ്റർ ആചരിക്കണമെന്ന് തീരുമാനമെടുത്തത്.
സഭയായി അതിന് ഈസ്റ്ററിൻ്റെ ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ചില ക്രമീകരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള പകൽ വാഴുന്ന സൂര്യൻ്റെയും രാത്രിയിൽ വാഴുന്ന ചന്ദ്രൻ്റെയും സ്ഥാനം നോക്കിക്കൊണ്ടാണ് വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ ക്രമീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാർച്ച് മാസം 21 പ്രത്യേകത കുഞ്ഞുങ്ങൾക്ക് ഏവർക്കും അറിയാം. മാർച്ച് മാസം 21 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസമാണ്. ഈ ദിവസം ഭൂമിയിൽ പകലിൻ്റെയും രാത്രിയുടെയും ദിവസം തുല്യമായി 12 മണിക്കൂർ വരുന്ന ദിവസമാണ് മാർച്ച് 21. അതുപോലെ സെപ്റ്റംബർ 23 വരുമ്പോഴും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരികയും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായി വരുന്ന 2 ദിവസങ്ങളേ ഉള്ളൂ. അത് മാർച്ച് 21 സെപ്റ്റംബർ 23 അങ്ങനെയാണെങ്കിൽ മാർച്ച് 21 ആ ദിവസത്തിന് ശേഷം വരുന്ന പൂർണ്ണ ചന്ദ്രൻ വരുന്ന ദിവസം നോക്കും. പൂർണ്ണ ചന്ദ്രൻ വരുന്ന ദിവസത്തിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഉയർപ്പ് ഞായറാഴ്ചയായിട്ട് വേർതിരിച്ച് സഭ ആരാധിക്കുന്നത്. മാർച്ച് 21 പ്രത്യേകത സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസം കഴിഞ്ഞ് പൂർണ്ണ ചന്ദ്രൻ വരുന്ന ദിവസം നമുക്കറിയാം. വീട്ടിൽ പോയി കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാർച്ച് 21 കഴിഞ്ഞ് 25 തിങ്കളാഴ്ചയാണ് പൂർണ്ണ ചന്ദ്ര ദിവസം, പൗർണമി. ആ പൗർണമി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മാർച്ച് 31. അതുകൊണ്ടാണ് മാർച്ച് 31 ഈസ്റ്റർ ദിനമായി ലോകത്തുള്ള എല്ലാ സഭയും വേർതിരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഈസ്റ്റർ ദിനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ബാക്കി 49 ദിവസം കൂടെ ചേർന്നാണ് വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പം നമ്മുടെ കലണ്ടറിലേക്ക് നോക്കണം. മാർച്ച് മാസം 31 ദിവസമുണ്ട്. അപ്പോൾ അവിടെ 31 വീണ്ടും നമുക്കൊരു 19 ദിവസം വേണം. അത് എവിടെ നിന്ന് എടുക്കും? ഫെബ്രുവരി മാസത്തെ 19 ദിവസം. ഇന്ന് നിങ്ങൾ കലണ്ടറിൽ നോക്കിയാൽ മതി. ഫെബ്രുവരി മാസം 11 വലിയ നോമ്പ് തുടങ്ങിയത്. ആ തുടങ്ങിയ വലിയ നോമ്പ് മാർച്ച് 31 ഈസ്റ്ററോടുകൂടി അവസാനിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ വേദപുസ്തക ചരിത്രത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ വേദപുസ്തക ചരിത്രത്തിൽ എവിടെയാണ് നോമ്പിൻ്റെ ആരംഭം തുടങ്ങിയതെന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നോമ്പിൻ്റെ ആരംഭം ദൈവത്തിൻ്റെ സൃഷ്ടിയോടുകൂടെ തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ദൈവം സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു. ഈ സകല ചരാചരങ്ങളുടെയും മകുടമായിട്ട് ഈ സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, സൃഷ്ടിയുടെ സംരക്ഷകനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന സംരക്ഷകനായിട്ട് ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഇന്ന് നാം സംരക്ഷകരെന്ന നിലയിൽ നിന്ന് മാറി സംഹാരകരായിട്ട് മാറിത്തീർന്നിരിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ദൈവമാക്കി വെച്ച മനുഷ്യൻ പ്രകൃതിയുടെ സംഹാരകനായി തീർന്നപ്പോൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സഹിക്കവയ്യാത്ത ചൂടാണ്. എവിടെയാണ് ഈ ചൂടിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും തന്നെയാണ് ഈ ചൂടിന് കാരണം. കാരണം ഈ ഭൂമിയിലേക്ക് നോക്കാൻ നമ്മുടെ ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവകയുടെ വസ്തു നമുക്കൊന്ന് നോക്കാം. ഈ വസ്തു നോക്കിക്കഴിഞ്ഞാൽ 1/2 ഏക്കറിൽ പരം വസ്തു ഉണ്ട് നമുക്ക്. ഈ വസ്തുവിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒന്നുകിൽ ഓടാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഒന്നും ഭൂമിയിലേക്ക് കടത്തിവിടാതെ ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ പ്രകാശത്തിൽ ഉള്ള ചൂട് എവിടെ വ്യാപിക്കുകയാണ്? അന്തരീക്ഷത്തിൽ വ്യാപരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഭൂമി ഈ ചൂടിനെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അന്തരീക്ഷത്തിലുള്ള ചൂട് വലിച്ചെടുക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് കുറയും. ഇപ്പോൾ നാം നമ്മുടെ മുറ്റവും റോഡ് മൊത്തവും കോൺക്രീറ്റ്, ബാക്കിയുള്ള എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് ടൈലിട്ട് മാറ്റുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിന് ആരാ കാരണക്കാർ? നമ്മൾ തന്നെയാണ്. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ജലപ്രളയം ഉണ്ടാകുന്നു. എന്താ കാരണം? വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുക. എവിടെ നോക്കിക്കഴിഞ്ഞാലും മതിലും ബിൽഡിങ്ങും നിലം മൊത്തവും നികത്തി, കുളം മൊത്തവും നികത്തിയപ്പോൾ വെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനായിട്ട് സാഹചര്യമില്ലാതെ വന്നപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി. മണ്ണിടിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അത്യാർത്തിയുടെ ഫലമായി, കുന്നിടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. നമുക്ക് നോക്കാം, മഹാവ്യാധിയുടെ കാലഘട്ടമാണ്, മാറാരോഗങ്ങളുടെ കാലഘട്ടമാണ്. ഇതിൻ്റെ പിന്നിൽ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും മനുഷ്യൻ തന്നെയാണ്. ഇന്ന് ലോകത്തിൽ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. ഈ യുദ്ധത്തിന് കാരണക്കാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മനുഷ്യനാണ് കാരണക്കാർ.
ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മുടെ സഭയായിട്ട് വേർതിരിച്ചിരിക്കുന്ന വിഷയം പ്രകൃതിയോട് ചേർന്നുള്ള നോമ്പാചരണമാണ്. പ്രകൃതിയുടെ സംരക്ഷകരായി നിന്നുകൊണ്ട് നോമ്പ് ആചരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആളത്വത്തിലേക്ക് പൂർണ്ണമായി വളരുവാൻ, ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാം മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് സമ്പൽ സമൃദ്ധി ദൈവം ദാനം ചെയ്യുക. ഏദൻ തോട്ടത്തിൻ്റെതായിട്ടുള്ള അനുഭവം, ആ ഏദൻ തോട്ടത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തു, സമ്പൽ സമൃദ്ധിയ. ആ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവം ഒരു അരുതു കൽപ്പിച്ചു, നിനക്കെല്ലാം അനുഭവിക്കാം, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് തിന്നാം, ഈ തോട്ടത്തിലുള്ള എല്ലാ ഇലകളും നിനക്ക് ഭക്ഷിക്കാം. എന്നാൽ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവം ഒരു അരുതു കൽപ്പിച്ചു. എന്താണ് അരുത്? ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാനായിട്ട് പാടില്ല. സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവം കൊടുത്ത അരുതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇളമ്പലിൻ്റെ പ്രദേശത്ത് നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിലാക്കിയിരിക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നാക്കിയിരിക്കുമ്പോൾ ദൈവം ചില അരുതുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഈ അരുതുകളെ നാം പ്രമാണിക്കുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ദൈവം പറഞ്ഞു, ആദാമിനോട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കാനായിട്ട് പാടില്ല. ദൈവം മാറിക്കഴിഞ്ഞപ്പോൾ ആദാം നോക്കിയപ്പോൾ ഈ ഫലം നല്ല കാണാൻ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഫലമാണ്, തിന്നാൻ നല്ല രുചിയുള്ള ഫലമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. തമ്പുരാൻ പറയുന്നു, ആ കാഴ്ചകളുടെ പിന്നാലെ നീ പോകാനായിട്ട് പാടില്ല. ചില സാധനങ്ങൾ, രുചിയുള്ളതായിട്ടുള്ള സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ ഭക്ഷിക്കാനായിട്ട് നിനക്ക് തോന്നുമ്പോൾ തമ്പുരാൻ പറയുന്നു അരുത്. ഇതാണ് നോയമ്പിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അരുതുകളെ ലംഘിക്കുവാനായിട്ട് ഇടയായി തീരരുത്. ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ അരുതിനെ ലംഘിച്ചു. അരുതിനെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അകന്നു പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവർ പുറത്തായി. ആ അനുഭവമാണ് നമുക്കവിടെ കാണാൻ എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നോമ്പിൻ്റെ അനുഭവം ദൈവം മനുഷ്യർക്ക് കൽപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും വേദപുസ്തക കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, മോശയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട മനുഷ്യനാണ്. പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി, മുൾപ്പടർപ്പിൽ കൂടി പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ മോശ തന്നെ ഒരുക്കുന്നതിന് വേണ്ടി നോമ്പ് ആചരിക്കുന്ന ഒരു മോശയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഏലിയാവിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവം ഈ ലോകത്തുനിന്ന് എടുത്തു മാറ്റപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നോമ്പിൽ കൂടി ശുദ്ധീകരണം പ്രാപിക്കും നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും യോനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ യോനയും നിനവേക്കാരും നോമ്പാചരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആരാധനാക്രമത്തിലുള്ള ഹനനിയാവും കൂട്ടരും ഈ നോമ്പിൽ കൂടി ശുദ്ധീകരണം പ്രാപിക്കും നമുക്ക് കാണാൻ സാധിക്കും. യോശുവയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ദാനിയേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരെല്ലാം നോമ്പിൻ്റെ മഹാത്മ്യത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും ഈ നോമ്പിൻ്റെ വലിയ മഹത്വം പ്രാർത്ഥനയിൽ കൂടി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു യഥാർത്ഥമായിട്ടുള്ള നൊയമ്പിൻ്റെ അനുഭവം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പഴയ നിയമത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകൻ 15:16. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനം എനിക്ക് സന്തോഷം, എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സങ്കീർത്തനത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം.
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നല്ലിടയനായി ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശാന്തമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നേ. കർത്താവേ, സ്തോത്രം അർപ്പിക്കുന്നേ. വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുവാൻ തക്കോണം ദേവാലയത്തിൽ കടന്നു വന്ന് കർത്താവെ നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി ശോധന ചെയ്യുവാൻ, നിൻ്റെ വചനത്തിന് മുമ്പിൽ താണിരിക്കുവാൻ, നിൻ്റെ വചനം ശ്രവിക്കുവാൻ, നിൻ്റെ വചനത്തിൽ കൂടെ നിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അതിന് രൂപാന്തരം വരുത്തുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ ദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. വചനം കർത്താവെ പഠിക്കുവാൻ തക്കോണം ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ വചനത്തിൽ കൂടി ശബ്ദം തിരിച്ചറിയുവാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ച് ഈ നോമ്പിൻ്റെ നാളുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവെ നിന്നോട് ചേരുവാൻ, നിൻ്റെ വചനത്തോട് ചേരുവാൻ, ദേവാലയത്തോട് ചേരുവാൻ, സഹോദരനോട് ചേരുവാൻ, പ്രകൃതിയോട് ചേരുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. മാനവ മഹത്വം എടുക്കണം. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്നാമതായി നാം വായിച്ച വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. ഏവർക്കും അറിയാം നമ്മുടെ വലിയ നോമ്പിൻ്റെ അടിസ്ഥാനം ഈ ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസവും പ്രാർത്ഥനയാണ് നമ്മുടെ വലിയ നോമ്പിൻ്റെ ആദ്യത്തെ 40 ദിവസം. നമുക്കറിയാം യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവം തന്നെ ഭരമേൽപ്പിച്ച നിയോഗം, അതായത് പരസ്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി ആവാഹിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി തികവ് പ്രാപിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു 40 ദിവസം വേറിട്ട് പോയി മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ഒരു വക പോലും ഭക്ഷിക്കാതെ, ആഹാരം കഴിക്കാതെ 40 ദിവസം ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണ അളവിൽ യേശുക്രിസ്തു പ്രാപിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ചില പ്രേരണകൾ ഉണ്ടാകുക. 40 ദിവസം ആഹാരം കഴിക്കാതെ വിശന്നിരുന്ന യേശുവിൻ്റെ മനസ്സിൽ വന്ന പ്രേരണയാണ് 40 ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടുള്ള ദൈവമാണ്, ദൈവിക ശക്തി എന്നിലുണ്ട്, ഞാൻ പറഞ്ഞാൽ ഈ കല്ല് പോലും അപ്പമായി തീരും. തൻ്റെ മനസ്സിലെ പ്രേരണയാണ്. പിശാച് പരീക്ഷയിലേക്ക് യേശുവിനെ കടത്തുന്നു. ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുന്ന വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അപ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നാം. ഈ ലോകത്തിലെ എല്ലാവിധ ആഹാരവും കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം തന്ന് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അവന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വേണം. ദൈവവചനം കൂടെ നീ പഠിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള വളർച്ച പൂർണ്ണമാകുകയുള്ളൂ. ഇന്ന് നമ്മൾ ഭൗതിക ആഹാരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നു അത് മാത്രം പോരാ, നിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക്, സമഗ്രമായി ക്രിസ്തു എന്ന തലയോളം നീ വളരണമെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു. ദൈവവചനം കൊണ്ട് തൻ്റെ മനസ്സിലെ പ്രേരണയെ യേശുക്രിസ്തു ഇല്ലാതാക്കും നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും തൻ്റെ മനസ്സിൽ പ്രേരണ ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ സത്യമാണോ ഒന്ന് പരിശോധിച്ച് നോക്കാം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതിരിപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രേരണ നഗരത്തിൽ കൊണ്ടുപോയി, വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നിർത്തിയിട്ട് താഴോട്ട് ചാടുക. താഴിയാൽ എന്തു പറ്റും? ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. യേശുവോടെ മറുപടി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ദൈവവചനം കൊണ്ട് പ്രലോഭനത്തെ ഇല്ലാതാക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത് യേശുവിൻ്റെ മനസ്സിൽ വന്ന പ്രലോഭനം എന്തുവാ? ഈ ലോകത്തിൻ്റെ രാജാവായി മാറുവാനായിട്ടുള്ള പ്രലോഭനം.
ഏറ്റവും ഉയർന്ന മലയിൽ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനോട് പറയുക, വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നത് മൊത്തം നിനക്ക് തരാം, ഈ ലോകത്തിൻ്റെ രാജാവായി തീരാം എന്ന് യേശുവിൻ്റെ മനസ്സിൽ പ്രലോഭനം ഉണ്ടായപ്പോൾ യേശു ദൈവവചനം കൊണ്ട് അതിനെ നേരിടുക. എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പം ദൈവവചനത്തിന് യേശു ക്രിസ്തു വളരെയധികം പ്രാധാന്യം കൊടുത്തുവെങ്കിൽ, തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെ ഇല്ലാതാക്കാൻ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന കൃമികളും പാപികളും ദോഷികളുമായ നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഈ ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ഈ അവസരം നാം ചിന്തിക്കേണ്ടതാണ്. വലിയ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവവചനം കൂടുതലായിട്ട് ധ്യാനിക്കുവാനായിട്ട്, ദൈവവചനം കൂടുതലായിട്ട് പഠിക്കുവാൻ, ദൈവവചനത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആണ് നോമ്പ് സഭയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു വചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തെങ്കിൽ നാമും ഈ ലോകത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാ പുതിയ നിയമത്തിൽ നമ്മൾ പഠിച്ച ഭാഗം. രണ്ടാമത് നമ്മൾ വായിച്ചത് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഓരോ ദിവസവും ഈ ലോകത്തിൻ്റെതായ ഭക്ഷണം കഴിച്ച് നമ്മൾ വളരുമ്പോൾ ഓരോ ദിവസവും ആത്മീയമായി വളരുവാനായിട്ടുള്ള ഭക്ഷണം ഈ വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ വേദപുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, രോഗമുണ്ടാകാം, വേർപാടുണ്ടാകാം, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഈ പ്രശ്നം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശരായി തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വേദപുസ്തകത്തിൽ അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് നാം തളർന്നു പോകുന്നത്. വേദപുസ്തക കഥാപാത്രങ്ങളെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവർ തരണം ചെയ്തത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ 50 ദിവസം നമുക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. ഓരോ പ്രശ്നങ്ങൾക്കും വേണ്ടതായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അത് ദിനംതോറും കണ്ടെത്തി ഭക്ഷിക്കണം. നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ച പൂർണ്ണമാണെങ്കിൽ ദിനംതോറും ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുന്നവരായി തീരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സങ്കീർത്തന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പറയുന്നു, 1-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന്, അതായത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ മാത്രമേ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇങ്ങനെ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടം ദൈവത്തിൻ്റെ വചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ 2024 വലിയ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനാ മനുഷ്യരായിത്തീരണം. പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ 50 ദിവസം ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? പ്രാർത്ഥനയിൽ കൂടിയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ഇന്നലെ അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥന, 7 യാമ പ്രാർത്ഥനകളാണ് നമുക്ക് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദാവീദ് പറഞ്ഞു, നീ 3 നേരമെങ്കിലും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പലപ്പോഴും ഈ വിശ്വാസമില്ലാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. നാം ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ ദൈവം നമ്മോട് തിരിഞ്ഞ് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. ഓരോ ആവശ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്.
അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥനയെ കൂടി സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്നത് ദൈവവചനത്തിൽ കൂടിയാണെങ്കിൽ ഈ ദൈവവചനം ദിനംതോറും വായിക്കണം. വായിക്കുക മാത്രമല്ല, ദിനംതോറും ധ്യാനിക്കുക മാത്രമല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. നമുക്കൊരു തിരിച്ചു വരാൻ അത്യാവശ്യമാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യപ്പെട്ടു പോയിരിക്കുക. കാരണം ഈ ലോകത്ത് ദൈവം നമുക്കെല്ലാം തന്നിരിക്കുക. ഇതിനകത്തിരിക്കുന്ന ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരുമില്ല. ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ദാനം ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ ദാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, നീ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് ആ പിതാവിൻ്റെ സന്നിധിയിലുള്ള സന്തോഷം അനുഭവിക്കണം. നമുക്കറിയാം, ആദാവും ഹവ്വായും പാപം ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി അന്യപ്പെട്ടു പോയി. ഭാഗ്യം നഷ്ടപ്പെട്ടു. ദൈവത്തോട് കൂടെ ആയിരിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ആ ഭാഗ്യം നേടിയെടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നിരിക്കുക. വലിയ നോമ്പ് തന്നിട്ട് പറയുക, നീ ആരാധനയിൽ കൂടി, സന്ധ്യാ നമസ്കാരത്തിൽ കൂടി, പ്രാർത്ഥനയിൽ കൂടി, ദൈവവചന ധ്യാനത്തിൽ കൂടി നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. അടുത്തു വരുമ്പോൾ ആ ഭാഗ്യാവസ്ഥ അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരും. ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളെല്ലാം വരാം. എന്തു വന്നാലും ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നു പോകാതെ നമ്മെ താങ്ങി നിർത്തുവാൻ ഒരു സർവശക്തനായിട്ടുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മെ മടങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു അവിടെ ഒരു ഉപമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ധൂർത്തുപുത്രൻ്റെ ചരിത്രം നമുക്കറിയാം. പിതാവിൻ്റെ സന്നിധിയാണ്. പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളത്. ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഭവനം, അതായത് ദേവാലയത്തിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ളത്. എന്നാൽ ആ ഭാഗ്യം ഇന്ന് കുറച്ച് പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. മറ്റുള്ളവർ വിചാരിക്കുക, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോയി സീരിയൽ കണ്ട്, സിനിമ കണ്ട്, സ്പോർട്സ് കണ്ട് ആടിപ്പാടി നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള സന്തോഷം നൈമിഷികമാണെന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. നിത്യമായ സന്തോഷം ദൈവത്തിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടാണ്, രൂപാന്തരം പ്രാപിക്കുവാനായിട്ടാണ്, സമഗ്രമായിട്ടുള്ള വളർച്ചയിലേക്ക് വരുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാനായിട്ടാണ് ദൈവം നമുക്ക് ഈ നോമ്പുകളെ ദാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഓരോ ദിവസം, ഇനിയുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റിവെക്കണം. ആ 1 മണിക്കൂർ ദേവാലയത്തിൽ ചിലവഴുവാൻ നാം സമയം കണ്ടെത്തണം. അതുമാത്രമല്ല, ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ചിലതിനെയെല്ലാം വർജിച്ചു കളയണം. നമ്മുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ദോഷമാണെന്ന് തോന്നുന്ന സകലതിനെയും വർജിക്കുവാനായിട്ടുള്ള കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സ്വഭാവത്തിലും ചിലതെല്ലാം ആർജിച്ചെടുക്കണം. ആർജിച്ചെടുക്കുമ്പോൾ മാത്രമേ സമഗ്രമായിട്ടുള്ള വളർച്ചയിലേക്ക് നമുക്ക് ആകാനായിട്ട് തീരൂ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ളൊരു വളർച്ചയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഭാഗ്യാവസ്ഥ അനുഭവിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കോണം നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കിലെവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.